ആ ഒരു സൗണ്ട് സത്യം തന്നെയാണ് കേട്ടോ. കാരണം എന്താ അറിയോ, ഈ മാഗി അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. മാഗിയുടെ കൂടെ വേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ മുട്ടയാണ് കേട്ടോ. കാരണം ഞാൻ മാഗി ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇടാറില്ല, നോർമലായിട്ട് ഉണ്ടാക്കാറുള്ളത്. എനിക്ക് മാഗി പിന്നെ എങ്ങനെയായാലും ഇഷ്ടമാവും കേട്ടോ. അതിൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തൊട്ടേ എനിക്കൊരു മാഗി ക്രാവിങ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗി നമുക്ക് വാങ്ങിച്ചിട്ട്, അപ്പോൾ ഒരു 10 രൂപയുടെ മാഗിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അതിലേക്ക് ഈ മുട്ടയും പിന്നെ ഉള്ള വെജിറ്റബിൾസ് ഞാൻ പറയുന്നത് ക്യാരറ്റും ഉള്ളി എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ മാഗിയുടെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് മാഗി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് കത്രയെ വെച്ചിട്ട് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ മാഗി ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മാഗി അല്ല, അതെന്തോ ന്യൂഡിൽസ് ഐറ്റം വേറെന്തോ ആണ് കേട്ടോ പേര്. അപ്പോൾ അതിനുശേഷം നമ്മൾ മുട്ട ഇവിടെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് അടുത്ത ടാസ്ക് എന്ന് പറയണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതാണൊരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിവിടെ സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപാടിയിലേക്ക് അങ്ങോട്ട് കടക്കാം. അപ്പോൾ ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ആദ്യം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊന്ന് വഴന്ന് വന്നിട്ട് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ക്യാരറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ, അധികം വേണ്ട, എന്നാലും ഒരു പച്ചയുടെ ആ ഒരു ഇതൊന്ന് മാറിക്കോട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം വളരെ കുറച്ച്. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാലയും കൂടെ കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. കാരണം മാഗി മസാലയും കൂടെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അതിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. സംഭവം പെട്ടെന്ന് തീരും കേട്ടോ, വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേറെ ഒന്നുമില്ല, നമ്മുടെ മുട്ട ഉണ്ടല്ലോ, സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഈ മാഗിയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രേ സംഭവമുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ സത്യം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ മാഗി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. ഇത് ഞാനൊരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. യൂട്യൂബിൽ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്നും ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയാം കേട്ടോ, എനിക്കറിയാലോ ഒന്ന്. ഈ മാഗിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ തന്നെയാണ് കേട്ടോ. നമുക്ക് പിന്നെയും കഴിക്കാൻ തോന്നും. അതാണല്ലോ അതിൻ്റെ ഒരു ഇതെന്ന് പറയണത്. പിന്നെ എനിക്ക് എന്ത് ഫുഡ് കഴിക്കുമ്പോഴുണ്ടല്ലോ, വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിക്കണേക്കാട്ടും ഇഷ്ടം എനിക്ക് പുറത്തിരുന്ന് കഴിക്കാനാണ് കേട്ടോ. പുറത്ത് പ്രകൃതിയും എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ ഏറെയും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.